ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥ മാഡം, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. വന്നേ, വാ. എന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളല്ലേ, അത് നീ തന്നെ പരിഹരിക്കണം. ഏതെങ്കിലും രീതിയിൽ ഇതാരെങ്കിലും അറിഞ്ഞ മറക്കണ്ട, ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. എത്രയും പെട്ടെന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ചെയ്യൂ. മാഡം, ഭഗവാനെ, ഞാനിനി എന്ത് ചെയ്യും? ഈശ്വര, എന്താ ചെയ്യേണ്ടെന്ന് ഒരെത്തും പിടിയില്ലല്ലോ. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. എടി, ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ആരും ഇല്ലമ്മേ. ഇത് എന്തിനാ അമ്മ ഇപ്പൊ തിളപ്പിക്കുന്നേ? ഇന്നത്തെ നാഗപൂജയില് എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട്. ഗാഥയുടെ തലയിലൂടെ മഞ്ഞള്, ഇളനീര്, പാല് എല്ലാം ഒഴിക്കണം. അവളുടെ തലയിൽ ഒഴിക്കാനുള്ള പാല ഞാൻ ഈ തിളപ്പിച്ചോണ്ടിരിക്കുന്നേ. അമ്മ എന്തായി പറയുന്നേ? പാലടുപ്പത്ത് തന്നെ ഇറക്കി വെച്ച തണുക്കൂലേ? തണുത്ത പാല് തലയിൽ കൂടെ ഒഴിച്ചാ അവക്ക് എന്ത് സംഭവിക്കാനാ? ആ, അതിനാരാടി ഇത് തണുപ്പിക്കാൻ പോന്നെ? വീട്ടിൽ തിളയ്ക്കും ഈ പാല്. അവളുടെ തലയിൽ ഒഴിക്കുന്നതിന് തൊട്ടു മുമ്പേ ഞാൻ അടുപ്പിന്ന് ഇറക്കും. എന്നിട്ട് അമ്മ കൊണ്ടുപോയി ഒഴിക്കോ? ആ, അല്ല, അവളുടെ തലയിൽ ഒഴിക്കാൻ ആരാണോ തീരുമാനിച്ചിരിക്കുന്നത് അവര് തന്നെ ഒഴിക്കും. അതിനുള്ള സൂത്രങ്ങളൊക്കെ എനിക്കറിയാവടി മോളെ. ഇനി ഈ പാൽ അവളുടെ തലയിലും മുഖത്തൂടെയൊക്കെ ഒഴുകിയ നാളെ പൊള്ളി വീർത്ത ഒരു മാംസ കഷ്ണത്തിനെ നമുക്കിവിടെ കാണാം. നിനക്ക് തടസ്സം നിന്നവളുടെ പൊള്ളിയ മുഖം നിനക്ക് കാണണ്ടേ? കാണണോമേ, അവള് പൊള്ളുന്നതും ചാവുന്നതും ഒക്കെ എനിക്ക് സന്തോഷം തന്നെയാ. അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട് ഞാൻ. അവളുടെ മുഖമൊന്ന് വികൃതമായ നവീന്റെ സ്നേഹം അവിടെ തീരും. അവൻ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങും. അമ്മേ, എങ്ങനെയാണെന്ന് എനിക്ക് അറിയണ്ട. ഇത് അവളുടെ ദേഹത്തെ വീഴ്ത്തിയേ പറ്റൂ. മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിലും പൂജ മുടങ്ങിയതിലുള്ള ശിക്ഷ അവൾക്ക് കിട്ടുമല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും മുടങ്ങില്ല. മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന എല്ലാം മുടങ്ങും. നീ നോക്കിക്കോ. ഇവരുടെ കൂടെയും ഗാഥയാ. അപ്പൊ ഇതിന് മുമ്പ് വന്നിട്ട് പോയ ഗാഥ ആര്? ഒരു ഗാഥ അകത്തുണ്ട്, വേറൊരു ഗാഥ പുറത്ത്. ഇത് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ബഹളം വച്ചാ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞവരെല്ലാരും കൂടെ തട്ടിക്കളയും. രണ്ട് ഗാഥയെ ഒരുമിച്ച് പിടിക്കണം, എന്നിട്ട് വേറെ ആരോടെങ്കിലും പറയണം. കഥ പെട്ടെന്നോ. അമ്മാവോ, ഇതെന്താ പരിപാടി?
ഓ, ശരീരം പുഷ്ടിപ്പെടുത്തുമായിരിക്കും. എക്സസൈസ്. ആ. മേലൊന്നും അനങ്ങുന്നില്ലല്ലോ. നല്ലതാ, നടക്കട്ടെ നടക്കട്ടെ. ആ. അതേടാ, ഞാൻ മേലനങ്ങാതെ ഇരിക്കുക. പക്ഷെ ഇന്നു മുതല് ഞാൻ മേലനക്കാൻ തീരുമാനിച്ചു. നിന്റെയൊക്കെ കള്ളക്കളി ഇന്ന് ഞാൻ പൊളിക്കോടാ. ഉവ്വ ഉവ്വ, ശരി ആയിക്കോട്ടെ. ഗാഥ പെട്ടെന്ന് റെഡി ആയിട്ടു. ഗാഥ മാഡം, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഗാഥ മാഡം, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. വന്നേ, വാ. ഒരു ഗാഥ മുറിക്കകത്ത് കയറി. ഇനി ഈ വീട്ടിൽ ആദ്യം വന്ന ഗാഥ എവിടെയെന്ന് കണ്ടുപിടിക്കണം. അടുത്ത ഗാഥ കണ്ടെത്തി.